ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ ഓവറോൾ എനർജി എന്താണ്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ് എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ ഓവറോൾ എനർജി എന്താണ്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്. പ്രപഞ്ചശക്തി എന്ന് നൽകുന്ന ഗൈഡൻസ് എന്താണ്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ് എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്ത് മാറ്റമാണ്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ. ഓക്കെ, ആദ്യത്തെ കാർഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്. ഓക്കെ, ഓവറോൾ എനർജി എന്താണ്. 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇവിടെ നല്ല രീതിയിൽ പെയിൻ അനുഭവിച്ച് മുന്നോട്ട് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത് മുതുകിൽ കുത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ചതി അനുഭവിക്കുക എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ സാമ്പത്തികപരമായിട്ടും അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് മാനസിക ചിന്തകളാലും ചില വ്യക്തികളുടെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകളാലും നിങ്ങൾക്ക് മുറിവേറ്റ് സഹിക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്. 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ധൈര്യത്തോടു കൂടി ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അതെല്ലാം അതിജീവിക്കും. നിങ്ങൾക്കിപ്പോൾ അനങ്ങാൻ വയ്യാത്ത എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാം നിങ്ങൾക്ക് അവസാനിച്ച് നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന മാറ്റം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് പെൻഡിക്കിളാണ്. സാമ്പത്തികപരമായിട്ടാണെങ്കിലും റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത്. സാമ്പത്തിക ഗ്രോത്ത് ആണ് നിങ്ങളെ തേടി എത്തുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രകാശം, നിങ്ങൾക്ക് ആ വഴി തെളിയുകയാണ്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച എന്ത് സിറ്റുവേഷൻ ആണോ അത് നിങ്ങളുടെ മുന്നിൽ തെളിയുകയാണ്. ഓക്കെ, ഏത് സ്ട്രഗിൾ സിറ്റുവേഷനിൽ കൂടിയാണെങ്കിലും നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, ഇത് മാത്രമാണ് ഒരു നെഗറ്റീവ് കാർഡായിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായതുകൊണ്ടാണ്. പക്ഷെ മുന്നോട്ട് പോകുമ്പോഴെല്ലാം എൻ്റെ വ്യൂസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. താങ്ക് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.